ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമുക്ക് എൻട്രി പോയിൻറ്റ്സിൻ്റെ ഒരു പെരുമഴ തന്നെ ഉണ്ടായിരുന്ന ദിവസമാണ് അല്ലേ. നമ്മൾ പറഞ്ഞ എല്ലാ എൻട്രി പോയിൻറ്റ്സുകളും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്ത ഡേ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിന്ന് നമുക്ക് ലെവൽസ് കൊടുത്തത് പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു. കാരണം പെയ്ഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് നമുക്ക് ഡൗട്ട്സ് ചോദിച്ചുള്ള കോൾസ് വന്നതുകൊണ്ട് പിന്നെ അവർക്ക് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നോക്കുള്ളൂ, പറഞ്ഞ ലെവൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് നമുക്ക് മൊത്തം 5 ലെവൽസേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മൾ 8 കൊടുക്കുന്നത്, പക്ഷേ 8 ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് പാനിക് ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രൈക്കുകളും നമുക്ക് അധികം ലിക്വിഡിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സ്ട്രൈക്ക് ലെവൽസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇത്രയും ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 5 സ്ട്രൈക്ക് ലെവൽസ് മാത്രമാണ് ഇന്ന് കിട്ടിയത്. അത് വെച്ച് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും നിഫ്റ്റിയിലാണ് ആകെ 2 കിട്ടിയുള്ളൂ. അതുകൊണ്ട് നിഫ്റ്റി വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 3 ഉണ്ടായിരുന്നതുകൊണ്ട് ലെവൽസ് ആക്റ്റീവ്, ആ 3 ലെവൽസ് ആക്റ്റീവ് ആകുകയാണെങ്കിൽ മാത്രം എടുക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആദ്യം തന്നെ അത് 15 മിനിറ്റ്സിൽ തന്നെ അത് 3 ക്യാൻഡിൽസ് നമുക്ക് എന്തായാലും കുറച്ച് ഡൗട്ട് നിൽക്കേണ്ട ക്യാൻഡിൽസാണ്. അത് 3 ക്യാൻഡിൽസിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ കേട്ടോ. പക്ഷേ നമുക്ക് വേറെ സ്ട്രൈക്ക് ലെവൽസ് ഇല്ലായിരുന്നു. വേറെ ഒന്നും ആക്റ്റീവ് ആയില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞത്. അത് 15 മിനിറ്റ്സിൽ പോയത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. നമ്മുടെ ഒരു PE ക്യാൻഡിൽ പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ PE ലെവലും കണ്ടോ, രണ്ടാമത്തെ PE ലെവലും അതേസമയം പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ PE ലെവല് അതേസമയം സി ക്യാൻഡിൽ, ഒരു സി ക്യാൻഡിലും 2 PE ക്യാൻഡിൽസ് മാത്രമാണ് നമുക്ക് PE സ്ട്രൈക്ക് മാത്രമാണ് തന്നിരുന്നത്. അതും പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുമെന്നും, അതായത് PE രണ്ടും ഇടിയുമെന്നും സി കയറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വരും. സോ അടുത്ത സെക്കൻഡ് ക്യാൻഡിൽ ഒരു സി ട്രേഡ് എടുത്തോളാൻ പറഞ്ഞിരുന്നു. ഇത്രത്തോളം സി നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ നിങ്ങളൊരു സി ട്രേഡ് കൊടുക്കുകയാണെങ്കിൽ, എക്സ്പയർ ചെയ്യുന്ന നമ്മളുടെ സെൻസെക്സിൻ്റെ ആയിരുന്നു. സെൻസെക്സിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ ഒരു സി ട്രേഡ് കൊടുത്തവർക്ക് 100% റിട്ടേൺ ആ ഒരൊറ്റ ക്യാൻഡിലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 30 രൂപയ്ക്ക് എടുത്താൽ പോലും 73 രൂപ, നമുക്കൊരു 60 രൂപയ്ക്ക് മുകളിൽ 100% റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ മാക്സിമം പറയുന്നത് 25 ആണ്. 15-നും 25-നും ഇടയിൽ റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പക്ഷേ ആ ഒറ്റ ക്യാൻഡിൽ തന്നെ ഫോം ചെയ്തത് 100% മുകളിൽ റിട്ടേൺ ആയിരുന്നു. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം ഒരു 300% റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അടുത്ത എൻട്രി പോയിന്റ് നമുക്ക് വന്നത് ഈ ഒരു ലെവലിൽ. ഇത് ഞാൻ കണ്ടില്ലേ, ഞാൻ ഇൻഫോം ചെയ്ത ലെവലല്ല. നമുക്ക് 1, 2, 3, 4ാമത്തെ ക്യാൻഡിലായപ്പോൾ PE ട്രേഡ് കയറി നമ്മുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം അടുത്ത PE ട്രേഡും കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സി ട്രേഡ് ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ടാകണം. അതാണ് നമ്മളുടെ സ്ട്രാറ്റജി കണ്ടോ. ആ സമയത്ത് സി ട്രേഡ് ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4ാമത്തെ ക്യാൻഡിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കാണുന്നു. തൊട്ട് 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ എന്തെടുക്കുന്നു, സി എൻട്രി എടുക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ സെൻസെക്സിൽ സി എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. 1, 2, 3, 4, 5. ഇത് PE ആണല്ലേ, സോറി, സി എൻട്രി അവിടെയാണ്. 1, 2, 3, 4 ഉണ്ട്. 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ സി എൻട്രി കൊടുക്കുന്നു. സി പോയത് എത്രത്തോളമാണെന്ന് നോക്കിയേ. ഇവിടെ നിന്നാണ് നമ്മൾ സി എൻട്രി കൊടുത്തതെന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് ഒരു 73 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തെങ്കിൽ പോലും നമുക്ക് എത്രത്തോളം റിട്ടേൺ നമുക്ക് അടുത്ത ആ ഒറ്റ ക്യാൻഡിൽ നമുക്ക് ചെറിയ റിട്ടേണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ഒറ്റ ക്യാൻഡിൽ തന്നെ ഫോം ചെയ്ത് നമുക്ക് എത്രത്തോളം 100% എബോ റിട്ടേൺ ആ ഒറ്റ ക്യാൻഡിലും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത എൻട്രി പോയിന്റ് നമുക്ക് വരുന്നത്, പക്ഷേ ഈ ഒരു ലെവൽ ഞാൻ ഇൻഫോം ചെയ്തതല്ല, ഞാൻ ഫ്രീ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇൻഫോം ചെയ്യാനായിട്ട് നോക്കിയിരിക്കരുത്. നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എക്സ്പേർട്ട് ആവില്ല. എപ്പോഴും എൻ്റെ സഹായം വേണ്ടി വരും. നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് ശേഷം പഠിച്ചു കഴിഞ്ഞ് സ്വയം ചെയ്യണം. ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കരുത് കേട്ടോ. അടുത്ത നോക്കാം. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കിക്കേ. നമ്മുടെ നോക്കാം. ഇത് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. 1, 2, 3, 4, 5, 6, 7ാമത്തെ ക്യാൻഡിൽ വന്നിട്ട് PE ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ PE അതുപോലെ തന്നെ ചെയ്യണം. ഇടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ലെവലും ടച്ച് ചെയ്ത്, ഇത് രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു കേട്ടോ അത്. അതായത്
നമുക്ക് ഇത് സോറി, ഇത് ഞാൻ ഇൻഫോം ചെയ്ത ലെവലല്ല, ഞാൻ ഇൻഫോം ചെയ്ത് ഇവിടുത്തെ ലെവലാണ്. ഇത് ഞാൻ ഇൻഫോം ചെയ്തിട്ടില്ല. ഇതന്നെ കണ്ടോ, ഇത് ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബോർഡ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല, അത് ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നോക്ക്, ഇതും ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് അതേസമയം. കണ്ട, ബോൾ ലൈൻ എന്ന് പറയാൻ പറ്റില്ല, അത് ഫസ്റ്റ് ലെവലെന്നും പറയാം ബോൾ ലൈൻ എന്നും പറയാം, കാരണം രണ്ടും അടുപ്പിച്ച് വന്നതുകൊണ്ട്. ഇതിനും അങ്ങനെ തന്നെ പറയാം, ഫസ്റ്റ് ലെവലെന്നോ ബോൾ ലൈൻ എന്നോ പറയാം. കണ്ട, അടുപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. മൂന്നിനെയും നമുക്ക് ഫസ്റ്റ് ലെവലെന്നും പറയാം ബോൾ ലൈൻ എന്നും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു ക്യാൻഡിലും ഫോം ചെയ്തത്. സോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടുത്ത് എന്തെടുക്കാം, പി ട്രേഡിന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മളുടെ സെൻസെക്സിൽ പി ട്രേഡ് അതേസമയം നമ്മളെടുത്താൽ നോക്കുക, ആ ഒറ്റ ക്യാൻഡിൽ മതി. എന്താ നോക്കുക, റിട്ടേൺ അടിച്ചിരിക്കുന്നത് നോക്കിയാൽ അവിടുന്ന് അതായത് നമുക്ക് കണ്ടോ, ഒരു 40 രൂപയ്ക്കൊക്കെ പോയാൽ തന്നെ 80 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട് ഇത്. അതായത് അതും 100% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻട്രി പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഈ എൻട്രി പോയിന്റ് ഞാൻ ഇൻഫോം ചെയ്ത എൻട്രി പോയിൻ്റാണ്. കണ്ട, പി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം അപ്പുറത്തെ പിയും ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇതും എന്താണ്, കയറി ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബോർഡ് ലൈൻ എന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാം. ഇത് ആണെങ്കിൽ ബോർഡ് ലൈൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതും ബോർഡ് ലൈൻ എന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാം, രണ്ടും പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ലെവലിനെയും പറയാം ബോർഡ് ലൈനെയും പറയാം. ഇത് രണ്ടും ഓക്കെ, ഇതും ഫസ്റ്റ് ലൈൻ എന്നും പറയാം ബോർഡ് ലൈൻ എന്നും പറയാം. ഇതും ഫസ്റ്റ് ലെവലെന്ന് പറയാം ബോർഡ് ലൈൻ എന്ന് പറയാം. പക്ഷേ ഇതിന് ബോർഡ് ലൈൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് പി ആക്റ്റീവ് ആകുന്നുണ്ട്, പക്ഷേ കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പി എടുക്കൂ, അല്ലെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞിരുന്നു. കണ്ടോ, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒറ്റ ക്യാൻഡിലും കൂടി അത് ഇടിഞ്ഞിട്ടുണ്ട്. ഇടിഞ്ഞ് ഒന്നും കൂടെ കൺഫേംഡ് ആക്കിയതിന് ശേഷമാണ് അത് കയറിയിരിക്കുന്നത്. കണ്ടോ, ഇവിടം വരെ വരുമ്പോൾ ഇതിനെന്തായാലും ഫസ്റ്റ് ലെവൽ എന്ന് പറയാം. അപ്പോൾ ഇതിനെ എന്തായാലും ഫസ്റ്റ് ലെവൽ എന്ന് പറയാം, ഇതിനെ ഫസ്റ്റ് ലെവൽ എന്ന് പറയാം. അപ്പോൾ അത് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആയിട്ടാണ് ആക്റ്റീവ് ആയത്. അതിന് ശേഷമാണ് പി ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പി എടുത്തോളാൻ പറഞ്ഞിരുന്നു. കണ്ടോ, ആ പി നല്ല രീതിയിലുള്ള റിട്ടേൺ അടിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നല്ല രീതിയിൽ ആ പി ഞാൻ ഇവിടുന്ന് ഇൻഫോം ചെയ്തു എടുക്കാനായിട്ട്. ഈ പി എടുത്തോളാൻ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, വേണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഒറ്റ ക്യാൻഡിൽ കൂടി നമുക്കൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എടുത്തവർക്ക് ഒരു നല്ലൊരു ഫോൾ ഇവിടെ കാണാം. അതിന് ശേഷമാണ് ഇതിവിടെ എന്തായിരിക്കുന്നത്, നല്ല റിട്ടേൺ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു 10x വരെ പോയില്ല, അതായത് 9x, അതായത് 900% റിട്ടേൺ എന്ന് വേണമെങ്കിൽ പറയാൻ നോക്കാം അല്ലേ. 10,000 രൂപ ഇട്ടാൽ 90,000 രൂപ ഒറ്റടിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. അപ്പോൾ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞതെല്ലാം വർക്ക് ചെയ്ത ഡേ ആണ്. ഇത്രയും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എല്ലാ ദിവസവും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞിരുന്നു. തന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരെണ്ണം പറഞ്ഞിരുന്നു, ഇതും പറഞ്ഞിരുന്നു അല്ലേ. 3 ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വന്നിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല. കാരണം അതിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇതാ നോക്കിക്കോളൂ, ഇത് കണ്ടോ, ഒരു പി ക്യാൻഡിൽ കയറി ഇവിടെ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു കളർ എടുക്കാം, ബ്ലാക്ക് എടുക്കാം. ഇതാ നോക്കാം, ഇതിങ്ങനെ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് പി വർക്ക് ചെയ്ത് ബോൾ ലൈൻ ടച്ച് ചെയ്തൊരു പോയിൻ്റാണിത്. അതേസമയം ഇപ്പുറത്തും പി കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുന്നൊരു പോയിൻ്റാണിത്. ഇവിടെയാണെങ്കിൽ സി ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുന്ന പോയിൻ്റാണിത്. ഇവിടുന്ന് ട്രേഡ് എടുത്താൽ തന്നെ ഒരു 5-6% റിട്ടേൺ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ കണ്ട, ഇത് ഇത്രത്തോളം ഇടിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത് വീണ്ടും റിയാക്ട് ചെയ്യാതെ, അതായത് 7% മാത്രം റിട്ടേൺ കൊടുത്തുകൊണ്ട് അത് തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു പോയത്? അപ്പോൾ നമ്മളൊരു ട്രേഡ് കാണുമ്പോൾ, ഇത് ഒരുപക്ഷെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചാടിക്കയറി പറഞ്ഞേനെ ആ ട്രേഡ് ആക്റ്റീവായി എന്നുള്ളത്. പക്ഷെ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ആക്റ്റീവ് ആകാതെ പോയത്, ആക്റ്റീവ് ആയതാണിത്. ഇത് തിരിച്ച് റിട്ടേൺ കൊടുത്തു, ഇത്രത്തോളം റിട്ടേൺ ഇത് കൊടുത്തുകൊണ്ട് ഇത്രത്തോളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തിരിച്ച് പോയി. അതായത് 7% റിട്ടേൺ കൊടുത്തേച്ചും ഇത് തിരിച്ചു പോയി. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു 15 മിനിമം നമുക്ക് കിട്ടും എന്നുള്ളത്. എന്നിട്ടും ഇത് 7% മാത്രം റിട്ടേൺ കൊടുത്തിട്ട് തിരിച്ചു പോയി. അതിനുള്ള കാരണം ഇപ്പുറത്തുണ്ട്. അതായത് നിഫ്റ്റിയെ നിന്ന് അധികം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞ കാരണം 2 പോയിൻറ്റ്സ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിഫ്റ്റിനെ വലിയ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ നിഫ്റ്റി അതേസമയം എന്താ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിഫ്റ്റി വന്ന് ഇവിടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുകയാണ്. അവിടുന്ന് നിഫ്റ്റിക്ക് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. ഇടിഞ്ഞിടിഞ്ഞ് കണ്ടോ. പക്ഷേ നിഫ്റ്റി ആ സമയം ഇടിഞ്ഞിതാ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നിഫ്റ്റി ബോൾ ലൈനിനെ ടച്ച് ചെയ്തു. ഓക്കെ, ഇതേ നോക്കിക്കേ, ഇത്രയും ഇടിഞ്ഞു പോയ നിഫ്റ്റിയുടെ സി ട്രേഡ് കയറി ബോൾ ലൈനെ ടച്ച് ചെയ്തു. കണ്ടോ,
രണ്ടുപേരും സിയും പിയും ഒരേപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്തു. അവിടെ നിന്ന് ആ റിജക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിഫ്റ്റിയുടെ ഒരു ക്യാൻഡിൽ കൂടി നമുക്ക് നിഫ്റ്റിയുടെ 2 ഗ്രാഫേ ഇന്ന് കിട്ടിയുള്ളൂ. ഒരു ഗ്രാഫും കൂടി ഇതേപോലെ തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. ആ ഗ്രാഫിൻ്റെ ഡേറ്റ കണ്ടുപിടിക്കാനുള്ള ഡേറ്റ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നത്. ആ ഒരു ഡേറ്റയിൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ബോൾ ലൈൻ ട്രേഡ് ആക്റ്റീവ് ആകുകയും ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുകയും ചെയ്യും. ഇത് തിരിച്ച് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത് വരെ ഇവിടെയും പി ഇടിഞ്ഞുള്ളൂ. കണ്ടോ, സി അതേസമയം കയറുന്നുണ്ട്. കയറി ഇത്രത്തോളം എത്തിയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ വന്ന് സി ബോൾ ലൈൻ ടച്ച് ചെയ്തു, പി ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്തു. സോ എന്തായി? തിരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത്രത്തോളം മാത്രം റിട്ടേൺ തന്നിട്ട് ഇത് വീണ്ടും, അതായത് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടും അത് തിരിച്ചിറങ്ങിയിട്ടും നമ്മൾ പറയുന്ന റിട്ടേൺ തരാതെ തിരിച്ച് അത് അടിച്ചു പോയതിനുള്ള കാരണം. അപ്പം നമ്മളൊരു ട്രേഡ് ആക്റ്റീവ് ആകുന്നു എന്ന് കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഓപ്പോസിറ്റ് ട്രേഡിനുള്ള ചാൻസ് ഇല്ല എന്നും കൂടി ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ട്രേഡിലേക്ക് ഇറങ്ങാനായിട്ട്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾക്കിത് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി എടുത്തോളാൻ പറഞ്ഞു. ഇതെടുത്തു. ഇത് തിരിച്ച് ഇതേ ബോൾ ലൈനിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റാണിത്. ഇവിടെയാണെങ്കിൽ തിരിച്ച് ബോൾ ലൈനിലേക്ക് കയറി ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റാണിത്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ നല്ല റിസ്ക് ഉണ്ട്. കാരണം അവിടം വരെയൊക്കെ മാത്രം അത് സഞ്ചരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അടുത്ത നിഫ്റ്റിയിലേക്കും നോക്കണം. നിഫ്റ്റി ഇടിഞ്ഞ് ബോൾ ലൈനിൽ വന്നിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ടോ, ആ നിഫ്റ്റി കയറി ബോൾ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾ ലൈൻസ് അടുത്ത് തന്നെ നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഒരു ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ. നമ്മൾ ഈ ഒരു ട്രേഡിലേക്ക് എൻട്രി എടുത്തപ്പോൾ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടാതെ പോയത്, തൊട്ടിപ്പുറത്ത് നിഫ്റ്റി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവിടെയും ഒരേപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ബോൾ ലൈൻസ് നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബോൾ ലൈൻസ് അടുത്താണോ നോക്കണം. കാരണം ഇതിന് ബോൾ ലൈനൊന്നും അടുത്തില്ല. ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്തു, തിരിച്ചിറങ്ങി കഴിഞ്ഞത് ഇവിടം വരെ റൺ ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ ലൈൻ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ റൺ ചെയ്യുമ്പോഴത്തേക്കും ബോൾ ലൈനാണ്. കണ്ട, അതവിടം വരെ റൺ ചെയ്യാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതവിടം വരെ റൺ ചെയ്തു, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലെവല് ഒരുമിച്ച് വന്നിട്ടും ആക്റ്റീവ് ആകാതെ പോയത്. തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഒരു ട്രേഡ് എൻട്രി കിട്ടുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ ചാൻസ്, ബോൾ ലൈനിലേക്ക് തൊട്ടടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അതിനൊരു എൻട്രി പോയിൻ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നും നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്ത ഡേ ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, 4 ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കാണിച്ചിട്ടുണ്ട്. 4 നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ടൊന്നും കാണിക്കുന്നില്ല. എല്ലാ ദിവസവും സ്ക്രീൻഷോട്ട് കാണിച്ചു തരുമ്പോൾ റിവെഞ്ച് ട്രേഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. നല്ല സ്ക്രീൻഷോട്ട് കിട്ടിയ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അത് നമ്മൾ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്. സോ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ.